ഇപ്പം അതിന് ദിവസം ഞാൻ അറിഞ്ഞു ഈ മക്രോണി കൊണ്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം ആക്കിയിട്ട് എടുക്കാമെന്ന്. അതന്നെ നമുക്ക് പീടിയൊക്കെല്ലാം പോകാൻ പിന്നെ ആകുമ്പോഴല്ലോ ഇല്ലേ രാത്രിയെല്ലാം നൈറ്റ് ക്രേവിങ്സ് എല്ലാം വരുമ്പോൾ ടി വി എല്ലാം നോക്കിയിട്ട് തോന്നുമ്പോൾ നമുക്കൊരു കുറുക്കറ ആക്കിയിട്ട് എടുത്തെങ്കിൽ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇല്ലേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടില്ല അതിനെ തിളപ്പിക്കാനും ഇട്ട് വെക്കാവോ. എന്നിട്ട് അത് തളിച്ചിട്ട് വരുമ്പോൾ ഇല്ലേ നമ്മൾ മാറ്റി വെച്ച മക്രോണിയിൽ എന്നിട്ടായിട്ടില്ലേ അത് ഒരു 70% ബന്ധിട്ടായിട്ടാകുമ്പോൾ നമുക്ക് ഇതിനെടുത്തിട്ട് മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഇടാവോ. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വാർന്നിട്ടാകുമ്പോൾ ഇല്ലേ നമുക്കില്ലേ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി, കുറച്ച് മൈദപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാല ഇട്ടിട്ടില്ലേ അതിനിങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ട് എടുക്കാവോ പാങ്ങിൽ. എന്നിട്ടായിട്ടില്ലേ നല്ല ചൂടെണ്ണയിലില്ലേ അതിനെ പൊരിച്ചിട്ട് എടുക്കാവോ. എരിവും ഇതെല്ലാം നിങ്ങൾ ആവശ്യാനുസരണം ഇല്ലേ നിങ്ങൾക്ക് മാറ്റിയിട്ടിടാമോ. ഞാൻ പിന്നെ പുള്ള തിന്നുന്നുണ്ട് ഞാൻ കുറച്ചെല്ലാം കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എണ്ണയിലിട്ടിട്ട് പൊരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നല്ല സമാധാനത്തിൽ പൊരിച്ചെടുത്താൽ മതിയോ, തിരക്കൊന്നുമില്ല. അതെല്ലാം ഞാനിവിടെ മാഗി മസാല ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ചാറ്റ് മസാല എടുക്കുക, പെരി പെരി മസാല എടുക്കുക, ഏത് മസാല വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിന് ഞാൻ മാഗി മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം നിങ്ങൾക്ക് ആവശ്യാനുസരണം മാറ്റിയും കുറച്ചും ഇടാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറുക്കുറയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ആക്കിയിട്ടായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ